ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. 2 കന്യാസ്ത്രീമാരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവരെന്ത് തെറ്റാ ചെയ്തുകൊള്ളട്ടെ. തെറ്റ് ചെയ്തെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ല. പ്രത്യേകിച്ച് 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ല. സ്ത്രീകളിനപ്പുറം അവർ കന്യാസ്ത്രീമാരാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്ന നിയമമില്ല. സകലമാന നിയമങ്ങളും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണല്ലോ ഈ ബജ്രംഗളിന്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി ഈ 2 കന്യാസ്ത്രീമാരെ ഘോഷയാത്രയോടു കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഒരു തിരുമേനിമാരുടെയും പ്രതിഷേധവും പ്രകടനം കണ്ടിരുന്നല്ലോ. അപ്പൊ അവർക്കെല്ലാം അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ബാക്കി പാവപ്പെട്ട ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കും അവർ എടുത്തിട്ടുള്ളത്. എന്തായാലും അവരും വളരെ ഗൗരവമായിട്ട് കാര്യം ആലോചിക്കേണ്ടത്. ബിജുകുമാർ അടക്കം പങ്കെടുത്തിട്ടുണ്ടല്ലോ. സർക്കാർ പ്രതിനിധിയാണ്. പരിപാടിയിലാണ് പങ്കെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും ഗവർണർ നടത്തുന്ന പ്രോഗ്രാമാണ്. ഗവർണർ ആ സ്ഥാപനത്തിന്റെ തലവനാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഗവൺമെന്റിന് ഒരു സേ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഇവിടെ RSS ഒരു പ്രോഗ്രാം നടത്തുകയാണ്. ഞാനും കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് കൈ വീശിന് വരുന്നില്ല. ഇപ്പൊ കാസർഗോഡ് ഒരു സ്കൂളിൽ ഞാൻ നോട്ടീസ് കൊടുത്തിരിക്കുക. കാസർഗോഡ് ഒരു സ്കൂളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിച്ചു. അപ്പോൾ അത് എയ്ഡഡ് മാനേജ്മെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയ്ഡഡ് മാനേജ്മെന്റ് ആണ് മനസ്സിലാക്കിയത്. എയ്ഡഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരാവകാശം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു എയ്ഡഡ് മാനേജ്മെന്റിനെ പിരിച്ചുവിടുന്ന സംഭവം ഉണ്ടാവുന്നത്. കേരളത്തിൽ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് ഒരു മകൻ നഷ്ടപ്പെട്ടു. വിദ്യാർത്ഥി നഷ്ടപ്പെട്ടതിന് കാരണം മാനേജ്മെന്റ് അനാസ്ഥയെ ഉണ്ടാക്കാൻ. മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം DEOയെ മാനേജറുടെ ചുമതല കൊടുത്തു. ഇത് നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എയ്ഡഡ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളവും ഗവൺമെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചനയാണ്. തെറ്റായ വിദ്യാഭ്യാസ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ കയ്യും കെട്ടി ഗവൺമെന്റ് നോക്കുന്നതിനെയാണ്. HMനെ സസ്പെൻഡ് ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മാനേജറെ ഡിസ്മിസ് ചെയ്ത ശേഷം പുതിയ മാനേജറെ അവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം 1 മാസത്തിനകം അവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അടിയന്തരമായി ഫിറ്റ്നസ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം ചേർന്ന് ഓരോ ജില്ലയിൽ 7 പേരുള്ള സ്ക്വാഡ് ഉണ്ടാക്കി. ഒരു 3 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ ഫലം ലഭിക്കത്തക്ക രൂപത്തിലുള്ള ക്രമീകരണങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചത് എല്ലാ രംഗത്തും ഒരു RSS വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ യോഗത്തിലെ ബിജുകുമാർ പങ്കെടുത്തത് വലിയ വിമർശനമാണ്. പ്രത്യേകിച്ച് കുഫോസിന്റെ VC സർക്കാർ പ്രതിനിധിയാണ്. മറ്റ് മോഹൻ കുന്നുമൽ അടക്കമുള്ള RSS പ്രതിനിധികളെ പോലെയല്ല. അപ്പൊ ബിജുകുമാർ പങ്കെടുത്തത് കോൺഗ്രസ് കൂടി ഒരു പ്രചരണം ആയുധമാക്കുന്നുണ്ട്. സർക്കാർ പ്രതിനിധി അടക്കം നിയമസഭയിൽ പങ്കെടുത്തു എന്നുള്ളത്. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധിയാണെങ്കിലും സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്?
അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടും. അത് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് സ്വീകരിക്കേണ്ടത്. പാർട്ടി നിലപാട് പൊതുവിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ. മിനിസ്റ്റർ, ഒറ്റ കാര്യം, നമ്മുടെ കാഴ്ച പരിമിതരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ കാര്യം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പെൻഡിങ്ങിലാണ്. ഉടനെ തന്നെ എത്തിക്കുക. ഇത്ര ബഹുമാനമാണ് വൈസ് ചാൻസലർമാർക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ RSS എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് അത് എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. RSSന്റെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗവർണർ സാങ്കേതികമായാണ് ഗവർണറിന്റെ ചാൻസലർ എന്ന് പറയുന്നത്. ചാൻസലർ, പ്രോസ് ചാൻസലർ, വൈസ് ചാൻസലർ എന്നുള്ള നിലയിലാണല്ലോ പോകുന്നത്. ഭരണരംഗത്ത് ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു അധികാരവും ചാൻസലർക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാനും യോഗം ചേരുവാനും തീരുമാനം എടുക്കാനുള്ള അധികാരം ഒന്നും ഇല്ല. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആൾക്കാർ എതിർക്കുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമുന്നതനായ നേതാവിനെ വിളിച്ച് കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ഈ നിലയിലുള്ള കാര്യം പല രൂപത്തിൽ പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട RSSന്റെ തലവന്റെ പ്രസംഗം വായിച്ചു നോക്കിയാൽ കുട്ടികളിലാണ് ഇതെല്ലാം ആദ്യമേ പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ RSSന്റെ തത്വങ്ങളും RSSന്റെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ പഠിപ്പിക്കേണ്ടത് കുട്ടികളിലാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതരത്വത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം ഉണ്ടായത് കേരളത്തിലെ ഗവർണറുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രതിഷേധം ആവശ്യമാണ്. കേരളം ഇന്ത്യക്ക് തന്നെ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന മാത്രമല്ല, ന്യൂനപക്ഷത്തിനൊക്കെ തന്നെ സംരക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം കേരളത്തിലെ ഇന്നിപ്പോ കേരളത്തിലെ RSSന്റെ പ്രവാചകനും RSSന്റെ തത്വങ്ങൾ പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ